മാസ് മോട്ടോഴ്സിൻ്റെതാണ്. ഹീറോ ഹോണ്ട ഗ്ലാമർ വണ്ടി, അതായത് എൻജിൻ പിടിച്ചു വന്നിരുന്നതാണ്. അതായത് കണക്ടർ റോഡ്, എൻജിൻ്റെ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് സ്റ്റക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അത് എൻജിൻ വർക്ക് വരുമ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 10-14 രൂപ അടുത്തും 15 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരും. 15,000 രൂപ അടുത്ത് സാധാരണ രീതിയിൽ ചിലവ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി മാക്സിമം ചിലവ് കുറച്ച്, പരമാവധി എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രയും ചിലവ് കുറച്ച് തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയാൻ ആ രീതിയിലാണ് വണ്ടി ചെയ്തത് കേട്ടോ. അതായത് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ക്രാങ്കും സിലിണ്ടറൊക്കെ ബോർ ചെയ്തെടുത്താണ് വാൽവ് സീറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എഞ്ചിൻ അഴിച്ചു കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയിൻ ഇതൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പറ്റുന്നത് ഇപ്പോൾ ക്ലച്ച് ഡിസ്ക് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ തേമാനുള്ള ക്ലച്ച് ഡിസ്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യുമ്പോൾ വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കും ഫസ്റ്റിൽ നിന്ന് ന്യൂട്രാക്കാനൊക്കെ ടൈറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് ക്രാങ്കിൻ്റെ മുഴക്ക സൗണ്ട് ഉണ്ടാവും ചെറുതായിട്ട്. ആ സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ചെറിയൊരു മുഴക്ക സൗണ്ട് വരും. പിന്നീട് ടൈമിംഗ് ചെയിൻ്റെ ഉള്ളിലുള്ള ആ ടൈമിംഗ് ചെയിൻ്റെ വലിച്ചിലുമായി ബന്ധപ്പെട്ട് ടെൻഷനർ കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ മാക്സിമം കുറച്ച് ഒരു ഏകദേശം 15 രൂപ കോസ്റ്റ് വരുന്ന വർക്ക് ഏകദേശം ഒരു 7,000 രൂപ താഴേക്കാണ് നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം ഉണ്ട്. അതിനകത്ത് പാർട്സുകളൊന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ഓൾറെഡി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പാർട്സ് മാറ്റി ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മൾ കറക്റ്റായിട്ട് 12,000 കിലോമീറ്റർ അതല്ലെങ്കിൽ 1 വർഷം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. എൻജിൻ വാറണ്ടി കൊടുക്കാറുണ്ട്, എൻജിൻ വാറണ്ടി. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് സെറ്റ് ചെയ്ത് എടുത്തേക്കണം. മാറ്റേണ്ട പാർട്സുകളൊന്നും തന്നെ മാറ്റിയിട്ടില്ല. ക്ലച്ച് ഡിസ്ക് മാറ്റിയിട്ടില്ല. ക്യാം ചെയിൻ, ടൈമിംഗ് ചെയിൻ, ടെൻഷനർ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ക്യാം ഷാഫ്റ്റിൻ്റെ ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം ചിലവ് കുറച്ച് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് വർക്ക് കംപ്ലീറ്റ് ആക്കണേ. അപ്പോൾ സെറ്റിങ്സ് ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബില്ലാകുമ്പോൾ ഇവിടെ നിന്ന് വിളിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളാം. കാരണം ഞാൻ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ അടിഭാഗത്ത് ചേസിൻ്റെ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ അടിഭാഗം വരുമ്പോൾ ഇവിടെ തുരുമ്പിട്ടിട്ട് മൊത്തം വിട്ടൊരവസ്ഥയിൽ നിൽക്കണം കേട്ടോ. ഇവിടെ മൊത്തം പൊട്ടിയിരിക്കുന്നുണ്ട്. അതെന്തായാലും സൈഡ് സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തിപ്പോരാണ്. പൊന്തി വരുമ്പോൾ ഗിയറിൻ്റെ ഈ പെഡൽ ഇവിടെ ഒന്ന് ടച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കെപ്പോഴെങ്കിലും വെൽഡിങ് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടൊന്ന് ചെരിച്ച് പിടിച്ച് സൈഡൊക്കെ ഒന്ന് വെൽഡ് ചെയ്യിക്കാം കേട്ടോ. ചെയ്ത് കിടന്നാൽ നല്ലത്. അതല്ലെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ പോരാൻ സാധ്യതയുണ്ട്. ബാക്കിത്തെ വർക്കൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ആ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ചെറിയ ലോഡായി കിടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയും വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ ഒരു ഓയിൽ ചേഞ്ച് ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒന്ന് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പൊടി കയറി അഴുക്ക് വരും, അടയും അത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ നല്ലതാണ്. ക്ലീൻ ചെയ്ത് വിടുന്നതാണ് ശരിക്കും അതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഏകദേശം ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമാണ് അതിൻ്റെ പീരീഡ് പറയാം. ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ആ രീതിയിൽ ഫോളോ ചെയ്തേക്കണം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചേക്കാം എന്തെങ്കിലും.